വീഡിയോയുടെ ബാക്കിയാണേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം കണികണ്ട ഒരു കുളത്തിലായിരുന്നു കരിഞ്ഞുണങ്ങി വന്നിരുന്നു വീട്ടിൽ. അപ്പോൾ എൻ്റെ മോൾ അവിടെ റെസ്റ്റ് എടുക്കാൻ എന്നെ സമ്മതിക്കത്തില്ല. വൈകിട്ട് പാർക്കിൽ വന്നേ പറ്റൂ. എന്നാൽ പാർക്കിൽ പോയി കുറച്ച് കാറ്റ് കൊള്ളാം, 4 പേരെ കണ്ട് കാര്യം പറയാമെന്ന് വന്നപ്പോൾ ആരെയും അവിടെ കണ്ടില്ല. പിന്നെ നമ്മൾ ഒരു മാർക്കറ്റിൽ പോയിട്ടോ, ചുമ്മാ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയതാണ്. എപ്പോഴും സ്മാർട്ട് ബസാറിലല്ലേ പോകുന്നത്. ഇവിടെ വരാത്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയമാണ് കേട്ടോ. ഇതുപോലെ മാടുകൾ ഇവിടെ നിൽക്കും. ഒരു പച്ചക്കറി തിന്നാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തിന്നാൻ വരുമ്പോൾ അവരിതിനെ ഓടിച്ചു വിടും. ചിലപ്പോൾ അതിൻ്റെ കൊമ്പ് നമ്മുടെ ദേഹത്തായിരിക്കും കൊള്ളുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുറയിൽ ഇത് വരും. പച്ചക്കറി വാങ്ങിയത് കടിച്ച് വലിച്ച് താഴെയിട്ട് തിന്ന് കളയും. അങ്ങനെയൊക്കെയുള്ള പേടി കൊണ്ടാണ് 5 രൂപ കൂടിയാലും സ്മാർട്ട് ബസാറിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടോ. ഫുഡ് ഉണ്ടാക്കാനുള്ള ശേഷിയില്ലായിരുന്നു. ഇങ്ങനെ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്നുണ്ടപ്പോൾ എനിക്ക് അത് മതി എന്ന് പറഞ്ഞു, റൊട്ടി വേണ്ടെന്ന് പറഞ്ഞു. നല്ല രസമാണ് ഉണ്ടാക്കുന്നതാണ്, നല്ല പ്രാക്ടീസ് ഉള്ളവർ ഇങ്ങനെ കൈ വെച്ചതാ ഇങ്ങനെ ഉണ്ടാക്കുന്നു. റൊട്ടി ആയാലും അവിടെ അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തന്തൂരി റൊട്ടിയും വാങ്ങിച്ചു, ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ സവാള തരുന്നത് ഇതുപോലെ പേപ്പറിലാണ്. നമ്മുടെ നാട്ടിലാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കെമിക്കലും അഴുക്കും ഒക്കെ അവിടെ പോകുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കിട്ടുന്നത് ഈ വാങ്ങിച്ചോട്ട് ഞാനും പോരുന്നു. എന്തൊക്കെയോ മസാലകളും നമ്മുടെ ഫ്രൈയുടെ കൂടെ ഒരു ചട്നി തന്നിട്ടുണ്ട്. ചട്നിയൊന്നും ഇല്ലെങ്കിൽ ഫ്രൈ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ റൊട്ടിയും പറഞ്ഞാൽ തന്തൂരി റൊട്ടിയും വാങ്ങിച്ചിട്ടുണ്ട്. തന്തൂരി റൊട്ടി ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇച്ചിരൂടെ ടേസ്റ്റ് കൂടുന്നത്. ഇതിപ്പോൾ ഇത്തിരി തണുത്തിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല. ഇതും പൊതിഞ്ഞ് തരുന്നത് പേപ്പറിലാണ്. ഇവിടെങ്ങും അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നമ്മൾ ചിക്കൻ കറി വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ കറിയും ഇതും എല്ലാം കൂടെ സെറ്റായിരുന്നു. പിന്നെ നമ്മൾ 50 രൂപയുടെ ബിരിയാണി, നമ്മളെപ്പോഴും എൻ്റെ വയറ് നിറയാൻ അത് തന്നെ ധാരാളം. മറിയത്തിന് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് അവൾ കഴിച്ചില്ല, പകുതി ഞാനാ കഴിച്ചു. എന്താണെന്ന് അറിയത്തില്ല, വെളിയിൽ പോകുമ്പോൾ ജ്യൂസും അതും ഇതും എല്ലാം കൂടെ കുടിച്ചിട്ട് പിന്നെ വീട്ടിൽ വരുമ്പോൾ അവൾക്ക് ആഹാരമൊന്നും വേണ്ട. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ 50 രൂപയുടെ ബിരിയാണി കേട്ടോ. ഒരു കുഞ്ഞാക്ക് വയറ് നിറയാൻ ഇത്രയും മതിയേ.